കോഴിക്കോട് ലത്തീൻ രൂപതയെ അതിരൂപതയായി ഉയർത്തി. ഇന്ത്യൻ സമയം 3:30-ക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികൾ കാത്തിരുന്ന പ്രഖ്യാപനം നടത്തിയത്. വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപത പ്രഥമ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ലത്തീൻ സഭയുടെ കേരളത്തിലെ 3ാമത്തെ അതിരൂപതയാണ് കോഴിക്കോട്. അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പോലീത്തയ്ക്ക് 1923 ജൂൺ 12-നാണ് കോഴിക്കോട് രൂപത സ്ഥാപിതമാകുന്നത്. 102 വർഷങ്ങൾ പിന്നിട്ട് ശതാബ്ദി ആഘോഷിക്കുന്ന കോഴിക്കോട് ലത്തീൻ രൂപതയെയാണ് അതിരൂപതയായി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. സുൽത്താൻപേട്ട്, കണ്ണൂർ രൂപതകൾ ഇനി മുതൽ കോഴിക്കോട് അതിരൂപതയുടെ ഭാഗമായിരിക്കും. നേരത്തെ ഇത് വാരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ സമയം 3:30-ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രഖ്യാപനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വിശ്വാസികൾക്കു മുൻപാകെ വായിച്ചു കേൾപ്പിച്ചു. I convey to you my heartfelt congratulations. With my prayerful good wishes I remain, yours sincerely in Christ, Archbishop Leopoldo Girelli, Apostolic Nunciature. ചിക്കാഗോയിൽ ധ്യാനം കൂടുമ്പോഴാണ് ആദ്യമായി ഈ വിവരം അറിഞ്ഞതെന്നും വിസ്മയങ്ങളുടെ ദൈവം തനിക്ക് കൂട്ടുനിന്നുവെന്നും വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. വിസ്മയങ്ങളുടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കിയും എന്നെ മെത്രാപ്പോലീത്തയാക്കിയും പ്രഖ്യാപിക്കാൻ ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു. KCBCയുടെയും CBCIയുടെയും ജനറൽ സെക്രട്ടറിയായിരുന്ന ബിഷപ്പ് നിലവിൽ KRLCBCയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിഷപ്പ് ഹൗസിലെത്തി വർഗീസ് ചക്കാലക്കലിനെ നേരിട്ട് അഭിനന്ദിച്ചു. അല്പനേരം മുറിയിലിരുന്ന് സംസാരിച്ചതിനു ശേഷമാണ് മടങ്ങിയത്. മുഖ്യമന്ത്രി വന്നത് എന്നെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കമല ടീച്ചർ ഉണ്ടായിരുന്നു, കൊച്ചുമകനുണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. പക്ഷെ എല്ലാം ഫ്രണ്ട്ലി ടോക്സ് ആയിരുന്നു. MP-മാരായ KC വേണുഗോപാൽ, MK രാഘവൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ എന്നിവർ ബിഷപ്പ് ഹൗസിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഈസ്റ്ററിനു ശേഷം ആർച്ച് ബിഷപ്പായി വാഴിക്കുന്നതിന്റെ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.